അപ്പോൾ ബറോസ് 3D കണ്ടിട്ടിങ്ങനെ വന്നതേ ഉള്ളൂ. ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെയല്ല, നെഗറ്റീവ് ആദ്യം പറയണോ പോസിറ്റീവ് ആദ്യം പറയണോ എന്നാണ് ചിന്തിക്കുന്നത്. പോസിറ്റീവ് ആദ്യം പറയാം അല്ലേ, നെഗറ്റീവ് പറയാനാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ബറോസിൻ്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ വിഷ്വൽ ക്വാളിറ്റിയാണ്. സന്തോഷ് ശിവനാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം നല്ല കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് 3D ക്യാമറയിൽ തന്നെ എടുത്തിരിക്കുന്നതുകൊണ്ട് ഇത്രയും ഡെപ്തിലുള്ള ഒരു 3D ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. അത്രയ്ക്കും പക്ക വിഷ്വൽ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് 3D ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ പടത്തിൻ്റെ അപ്പുറത്ത് വേറൊരു 3D ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യൻ സിനിമയുടെ കാര്യമാണ് പറയുന്നത്. അത്രയ്ക്കും ക്വാളിറ്റിയാണ്, അത്രയ്ക്ക് ക്വാളിറ്റി. വിഷ്വൽ പൊളി ഒന്നും പറയാനില്ല. ഈ വിഷ്വൽ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതായത് കാണാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 4Kയിൽ കാണാൻ ശ്രദ്ധിക്കുക. 2Kയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കോലത്തിലിരിക്കുമെന്ന് അറിയാൻ പറ്റുമല്ല. അവർ ചെയ്തിരിക്കുന്ന ആ വിഷ്വൽ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 4K ഉള്ള തിയേറ്ററിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. അടുത്ത നല്ല വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM ആണ്. എൻ്റെ പൊന്നോ, പക്ക BGM. അതായത് നമ്മളൊരു സീൻ കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സീനിനകത്തോട്ട് നമ്മളെ വലിച്ചടിപ്പിക്കുന്ന പോലെ പക്ക BGM. ഇത് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്തിരിക്കുന്നതുമെല്ലാം അല്ല, അതായത് പക്ക അതിനെക്കുറിച്ച് യാതൊരു കുറ്റവും പറയാനില്ല. അതായത് ചവിട്ടി പൊളിച്ച് നശിപ്പിച്ച് ചെവിക്കല്ല് അടിച്ച് പൊളിക്കുന്ന പോലത്തെ ഉള്ള BGMും കാര്യങ്ങളും ഒന്നുമില്ല. ആ സീനിന് ആവശ്യമായതെന്തോ നമ്മളൊരു സ്വപ്നലോകത്തിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുമല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ആ BGM ചെയ്തു വെച്ചിരിക്കുന്നത്. അതും ഓക്കെ. പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അവരവരുടെ ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നിസ്സാര കാര്യമല്ല. ആ സെറ്റിട്ട് അത്രയോ നല്ല രീതി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്കായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ളത് കോസ്റ്റ്യൂമും പക്ക, ഒരു നെഗറ്റീവും പറയാനില്ല. കോസ്റ്റ്യൂമും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് വൂഡോ എന്ന് പറഞ്ഞ ഒരു ആനിമേഷൻ ക്യാരക്ടർ. ഈ ക്യാരക്ടർ വെറുപ്പിച്ച് കൈ തരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ CGI വർക്കൊക്കെ വളരെ മികച്ചതായിരുന്നു. വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കുറ്റമോ കുറവോ ഒന്നും പറയാനിട്ടില്ല. അത് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേരുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക പിള്ളേരുടെ സിനിമ. അതിനപ്പുറത്തോട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ മുതിർന്നവർക്ക് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിള്ളേരുടെ മനസ്സുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഞാൻ അങ്ങനെ പറയുന്നില്ല. അതായത് അധികം സിനിമയൊന്നും കാണാത്ത, ഈ ടെക്നിക്കൽ പരമായിട്ടൊന്നും അധികം ചിന്തിക്കാത്ത, അതായത് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരാൾ അഭിനയിക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അയാളുടെ ഡബ്ബിങ് ശരിയാണോ, ഇതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഒരു സിനിമ കാണുക, കൈയടിക്കുക, ചിരിക്കുക, പോരുക, ഇങ്ങനെയുള്ള ഒരു സാധു മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കൊക്കെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തികച്ചും എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല. ഇവൻ എങ്ങനത്തെ സിനിമ ആസ്വദിക്കുന്നവനാണെന്ന് നിങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളത് എടുക്കണമെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലേക്ക് കിടക്കാം. ഈ സിനിമയിലെ ഏറ്റവും എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിലെ അഭിനയമാണ്. അഭിനയം എന്ന് പറയുമ്പോഴത്തേക്കും വിദേശത്തുനിന്നുള്ള ആളുകളാണ് കൂടുതൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവരുടെ അഭിനയമൊന്നും അങ്ങോട്ടൊന്നും പോരടെ. അത് അത്ര ഒരു സുഖമായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ബാലെ പോലെയൊക്കെ പല സ്ഥലത്തും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഇസബെല്ല എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി വലിയ തെറ്റില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കണക്കാം. ഈ വിദേശികളാണെങ്കിൽ പോലും നമ്മുടെ പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും ഇവർ അഭിനയത്തിൽ വലിയ തെറ്റൊന്നുമില്ല. നമ്മുടെ പ്രസൻറ്റ് ഡേ കാണിക്കുമ്പോഴാണ് ഇവർ അഭിനയിക്കുന്നത് മൊത്തം പ്രശ്നം വരുന്നത്. അതെന്താണെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ്, പ്രസൻറ്റ് ഡേ കാണിക്കുമ്പോഴത്തേക്കും ഇവർ മൊത്തം സംസാരിക്കുന്നത് മലയാളത്തിലാണ്. പഴയ കാലഘട്ടം കാണിക്കുമ്പോഴത്തേക്കും ഇവർ പോർച്ചുഗീസ് ആണല്ലോ, അപ്പോൾ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും വിഷയമില്ല. അത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്കറിയാൻ മേലാത്തൊരു ഭാഷ അവരെ കൊണ്ട് സംസാരിപ്പിക്കുമ്പം അവർക്ക് ആ ഫീൽ കിട്ടണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് പുറത്തുനിന്ന് വന്ന ഒരു പാട്ടുകാരാണെങ്കിൽ അവർക്ക് മലയാളം പാട്ട് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവർക്കിപ്പോൾ അവിടെ സങ്കടം വരണോ, ഇപ്പോൾ കണ്ണീരെന്ന് പറയുമ്പോഴോ അല്ലെ പ്രണയം എന്ന് പറയുമ്പോഴോ അല്ലെ നാണം എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ പറയുമ്പോഴോ അവിടെ ഒരു നാണം കൊണ്ടണം, കണ്ണീരെന്ന് പറയുമ്പോൾ അവിടെ ഒരു സങ്കടം കൊണ്ടണം എന്നൊക്കെ നമ്മുടെ ഇവിടെ പാടുന്നവർക്കറിയാം. വിദേശത്തു നിന്ന് വന്ന ഒരാൾ അല്ല വേറെ ഒരു ഹിന്ദിക്കാരെങ്കിലുമൊക്കെ പാടുമ്പോഴത്തേക്കും അവരോട് അതിൻ്റെ മീനിങ് പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആ വാക്ക് വരുമ്പോഴത്തേക്കും അവർ ആ ഫീലിംഗ് അവിടെ കൊണ്ടുവരത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ഈ അഭിനയിക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഈ പ്രശ്നമുണ്ട്. ഇവരോട് മലയാളത്തിൽ കുറച്ച് ഡയലോഗുകൾ അങ്ങ് എഴുതി കൊടുത്തു വിട്ടു. ഇവർക്ക് സങ്കടം വരുമ്പോഴും കലിപ്പ് വരുമ്പോഴത്തേക്കും ചുമ്മാ വടി പോലെ നിന്ന് സംസാരിച്ചുകൊണ്ട് കാര്യമില്ല. ആ ഫീലിംഗ് മുഖത്ത് കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ ഡയറക്ടർ അവരെ കൊണ്ട് ഇന്ന പോലെയാണെന്ന് പറഞ്ഞ് അഭിനയിപ്പിക്കണ്ടേ? അത് സാധനം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ അവരുടെ ഭാഷ തന്നെ സംസാരിക്കുമ്പോൾ ഓക്കെയാണ്, അവർക്കറിയാം. ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവർക്കറിയാം ആ സ്ഥലത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഓട്ടോമാറ്റിക് വരും. അവിടെ നോക്കുമ്പോൾ പക്കയാണ്.
പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ, ഈ വിദേശികളല്ലാതെ നമ്മുടെ ഇന്ത്യയിലുള്ളവരെ പിടിച്ചോട്ട് അഭിനയിപ്പിക്കാനും പറ്റുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലുക്ക് വേണമല്ലോ, ഈ കഥയ്ക്ക് അവർ തന്നെ വേണം. പക്ഷെ അന്നേരം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഒന്നും പിടിച്ച് മലയാളം ഇതുപോലെ പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഒന്നെങ്കിൽ മിക്സ്ഡായിട്ട് സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭാഷ തന്നെ കൊടുത്തിട്ട് താഴെ സബ് ടൈറ്റിൽ മലയാളത്തിൽ എഴുതി കാണിക്കുക. അങ്ങനെയാണെങ്കിലും മതിയായിരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും മറ്റുള്ള എന്നല്ല ഇൻ്റർനാഷണൽ ലെവലിൽ അവസാനം അങ്ങനെ അങ്ങ് പോയേനെ. ഇതിപ്പോൾ ചുമ്മാ ഒരുമാതിരി എങ്ങും കൊള്ളാത്ത അവസ്ഥയായിപ്പോയി. ആക്ഷൻ്റെ ഭാഗം വരുമ്പം അതും അങ്ങോട്ട് അത്ര ക്ലിയർ ആയിട്ടൊന്നുമില്ല. പിന്നെ പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ, പാട്ടുകൾ നിങ്ങൾ കേട്ടതാണല്ലോ, ഇസബെല്ല എന്നുള്ള പാട്ടൊക്കെ. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് ഹിന്ദിയിൽ ഷാൻ പാടിയിട്ടുണ്ട്. അതാ കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടെ. എന്തിനാണ് ഈ ലാലേട്ടൻ കയറി പാടിയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പല സ്ഥലത്തും എന്തോ പോലെയൊക്കെ ഏച്ച് കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങോട്ട് ബ്ലെൻഡ് ആകുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പലരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, ഈ സിനിമ കാണാൻ പോകുമ്പോഴത്തേക്കും പിള്ളേരുടെ മൈൻഡ് സെറ്റിൽ പോകണമെന്നായിരിക്കും പറഞ്ഞു വരുന്നത്. പിള്ളേരുടെ മൈൻഡ് സെറ്റിൽ തന്നെയാണ് പോയത്. ഞാനൊരു ജുമാൻജി പോലെയുള്ള സിനിമയൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത്. അതിൻ്റെ ഒരു എന്നാ പറയുന്നത്, ആ ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ദഹിച്ചിട്ടില്ല. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് തന്നെ ഉള്ള കാര്യം പറയും. നമുക്ക് ദഹിച്ചില്ലെന്ന് പറയും. ഇനിയിപ്പോൾ ഫാനായാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇഷ്ടപ്പെട്ട നടൻ്റെ ആണെന്ന് പറഞ്ഞാലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും. അവസാനമായിട്ട് ഇത്രേ പറയാനുള്ളൂ, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു 60% അവർ തന്നിട്ടുണ്ട്. മാർക്കോയുടെ കാര്യം പറഞ്ഞ പോലെ അവർ മോസ്റ്റ് വയലൻസ് പാടാമെന്ന് പറഞ്ഞ് ഇറക്കി. അത് മോസ്റ്റ് വയലൻസ് ആണ്, അതിൻ്റെ അത് കഥയും കാര്യങ്ങളൊന്നുമില്ല. അത് അവർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ബറോസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ 2 കാര്യം പറഞ്ഞു. ഒന്ന്, പിള്ളേർക്കുള്ള പടം പിള്ളേരുടെ മനസ്സുള്ളവർക്കും പറ്റുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ അത് പിള്ളേർക്കുള്ള പടം എന്ന് പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. അപ്പോൾ ഒരു 60% ഒക്കെ, ബാക്കി ശതമാനം പിള്ളേരുടെ മനസ്സുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ പിള്ളേരുടെ മനസ്സുള്ളവർക്കേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അത്യാവശ്യം ജുമാൻജി പോലെയുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ കാണുന്നവർക്കും ദഹിക്കാൻ സാധ്യതയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 3D പക്കയാണ്. ആ വിഷ്വൽ ട്രീറ്റ് നിങ്ങൾക്ക് 3D ഗ്ലാസ് വെച്ച് ആ 3Dയുടെ ആ ഡെപ്തും കാര്യങ്ങളും ഈ കണ്ട ഈ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും പക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോയി കണ്ടോ, 4K തന്നെ പോയി കണ്ടോ. പിന്നെ നാളെ OTT വന്നിട്ട് കാണാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അതും കൂടെ പോവും. ആകപ്പാടെ ഇതിൻ്റെ അകത്തുള്ളത് വിഷ്വലും ഈ 3Dയും കാര്യങ്ങളൊക്കെയാണ്. അത് ആ തിയേറ്ററിൽ നിന്ന് കിട്ടത്തുള്ളൂ. നാളെ OTT വന്നു കഴിഞ്ഞാൽ അതും കിട്ടത്തില്ല. വേറൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. രാവിലെ പോയി വെറോസ് കണ്ടതിൻ്റെ ഒരു മൂഡ് ഔട്ട്. എന്തായാലും ഹാപ്പി ക്രിസ്മസ്.